ഹലോ! ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഫ്രീ ആണ്. അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് ട്ടോ. എണീറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്യണത് മോന്റെ പാത്രങ്ങളൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കും. ഇന്ന് മോന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് ആയിട്ടാണ് കൊടുക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാ. റാഗിയാണ് ട്ടോ. റാഗിയും ചെറുപഴവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല ഇഷ്ടമാണ്, കഴിച്ചോളും. പിന്നെ ഞാൻ ചായ വെക്കാൻ തുടങ്ങി. ഇവിടെ ചായ നിർബന്ധമാണ്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് കുറേ കുടിക്കണം. അതുകൊണ്ട് തന്നെ കുറേ ചായ വെക്കും ഞങ്ങള്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചമ്മന്തി സാമ്പാറും ആയിരുന്നു ട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് മോന് പാപ്പൊക്കെ കൊടുക്കണത് അമ്മയാ. സൺഡേ ആയതുകൊണ്ട് അമ്മ ഫ്രീ ആണല്ലോ. അപ്പൊ അമ്മ കുളിപ്പിക്കുകയും പാപ്പ് കൊടുക്കുകയും ഉറക്കൊക്കെ ചെയ്യും. ഉറക്കാൻ പറ്റില്ല കേട്ടോ, അതിന് ഞാൻ തന്നെ വേണം. പിന്നെ അവന് ചെറിയൊരു ഉറക്കം മുടക്ക് വന്ന് നമ്മുടെ കയ്യിൽ കുറച്ചു നേരം ഇങ്ങനെ തുങ്ങി പിടിച്ചൊക്കെ ഇരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വെള്ളം എടുക്കാൻ പോയിട്ടോ. കുടിക്കാൻ നമ്മൾ കിണറ്റിൽ നിന്ന് നേരിട്ട് കോരുക ചെയ്യാം. ഇങ്ങനെ ഒരു 3 ബോട്ടിൽ ഞാൻ കുടിക്കും. 1 ലിറ്ററിന്റെ ആണ്. പിന്നെ ചായ കുടിച്ചു കേട്ടോ. വിത്തൗട്ട് ആയിരുന്നു. ഞാൻ പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ആയതുകൊണ്ട് ഇതൊക്കെ ശീലമായി, കുഴപ്പമില്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ഇന്നലെ മേടിച്ചു വെച്ചു. ഇന്നിപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. തുടങ്ങിയത് തന്നെ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ബിരിയാണി ആയി കിട്ടാൻ 4 മണി ആവേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ അടുത്തിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്തിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇതിനു മുന്നേ 2-3 തവണ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാളൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുന്നേ ഉണ്ടാക്കിയതിനേക്കാൾ അടിപൊളിയായിരുന്നു. അപ്പൊ ഇതിനിടയിൽ ഒരു മുല്ലച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പൂവൊക്കെ ഉണ്ടായിരുന്നതാ. ഒരു പനിക്കൂർക്ക കൊണ്ടുവന്ന് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് ആകെ സ്പ്രെഡായി എല്ലാം അടിയിൽ പോയി. ഇനി ഇതൊക്കെ വലിച്ചു പറിച്ചുണ്ടാക്കണം. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ കുഞ്ഞിന്റെ ചിറ്റ വന്നു. ചിറ്റ പടം കാണാൻ പോയിരിക്കായിരുന്നു. തുടരും കണ്ടു. എന്നിട്ട് വന്ന് മോന്റെ കൂടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. അവനാണെങ്കിൽ പാപ്പൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് രാത്രി അമ്മ പോവും പടം കാണാനായിട്ട്. 9:30 കണ്ട അവരുടെ ഷോ വരണേ. ഞാനിനി OTT വെയിറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ അതല്ലേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരത്ത് വെഡിങ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നില്ല, വേഗം അകത്ത് പോയി അമ്മയെ വിളിച്ചു. പിന്നെ കുറച്ചു നേരം അവരോടൊക്കെ സംസാരിച്ചു നിന്നപ്പോഴത്തേക്കും മോൻ ഉറക്കം വന്നു തുടങ്ങി. പിന്നെ അവൻ ഉറക്കാനായിട്ട് പോയി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനിയും കാണാം.